എമ്പുരാൻ സിനിമ കണ്ട് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. കാരണം നമ്മൾ നോമ്പായതിനു ശേഷം സിനിമയ്ക്കൊന്നും പോയില്ല. അത് ആ സമയത്ത് നോമ്പ് സമയമായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ പേടിച്ചു പോയി. കാരണം കട്ട് ചെയ്ത പാർട്സ് ആണ് നമ്മൾ കാണേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്തല്ല നമ്മൾ കണ്ടത്. എമ്പുരാൻ സിനിമ ഒരു ചെറിയ വലിയ പടം തന്നെയാണ്. ഓരോരുത്തന്മാർ ഓരോ റിവ്യൂ പറയും പോലെ ഒന്നും അല്ല. നിങ്ങൾ ഒരു സിനിമ കണ്ട് അതിനെ വിലയിരുത്തണമെങ്കിൽ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഒരിക്കലും പറയുമ്പോൾ എന്റെ ഈ റിവ്യൂ വരെ കാണുന്നു. കാണുമെന്ന് വെച്ചാല് ഒരു റിവ്യൂ കണ്ടിട്ട് ഒരു സിനിമയെ വിലയിരുത്താൻ നിൽക്കരുത്. അത്രമേലുണ്ട് ആ ഒരു ഇമ്പാക്ട്. ഇപ്പൊ നടക്കുന്ന ഈ ഒരു സ്റ്റിൽ കട്ട് ചെയ്ത ഭാഗം മതി എന്ന് റിലീസ് ചെയ്യുന്ന കുറച്ച് പേര് പറയുന്നല്ലോ, ആ ഒരു ഇമ്പാക്ട് നല്ല രീതിയിലുണ്ട്. കാരണം നമ്മൾ പോലും ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് വരെ ആലോചിച്ചു പോകും. അത്രയ്ക്കുള്ളൊരു റിയലിസ്റ്റിക് കാര്യങ്ങളാണ് ആ ഒരു സിനിമയെ കാണിച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ളത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ, അതും വേറെ ലെവല്. ഒരു എന്തിനു പറയാ, ഞാൻ കണ്ടിപ്പം വീട്ടിൽ പോകാൻ വേണ്ടി തിരിച്ച് വണ്ടി കയറിയുള്ളൂ. അതായത് പെരുന്നാൾ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് പറഞ്ഞത്, പള്ളിയിൽ പോയി നേരെ ഇങ്ങാണ് പറഞ്ഞത്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരുത്തരും വന്നിട്ട് ഗ്രേറ്റ് മൂവി അല്ല, ഇതൊരു നല്ലൊരു മൂവിയാണ്, പക്ഷെ നോട്ട് എ ഗ്രേറ്റ് മൂവി എന്നാണ് ഓരോരുത്തർ പറയണം. പല യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കണ്ടിട്ട് ഒരു സിനിമയെ ഞാൻ വീണ്ടും ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്. മിക്ക സിനിമ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ പുഷ്പ കാണാൻ പോയപ്പോഴും വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് പുഷ്പ കാണാൻ പോയത്. എനിക്ക് പുഷ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇത് നല്ലൊരു ലാഗ് വന്നു. 3 മണിക്കൂർ ലാഗ് അല്ലാതെ എനിക്ക് വേറൊന്നും പുഷ്പയിൽ സിനിമയിൽ കുറ്റം പറയാനുണ്ട്. സ്റ്റിൽ ഇപ്പോഴും എമ്പുരാനിലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് തന്നെ അവർ ചെയ്തു. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഒന്നും പറയാനില്ല ഈ ഒരു സിനിമയെ പറ്റിയിട്ട്. സ്റ്റിൽ ആ ഒരു കട്ട് ചെയ്ത പാർട്സ് അല്ലെങ്കിൽ കട്ട് ചെയ്ത മൂവീസ് ഇനി 17 ക്ലിപ്പ് എന്താ കട്ട് ചെയ്യുന്നു വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനി വരുമ്പോൾ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. ബട്ട് എമ്പുരാൻ ചെറിയ വലിയ പടം തന്നെയാണ്. കാരണം ഓരോ സീക്വൻസും ലാലേട്ടന്റെ ആ ഒരു ഫ്രെയിംസ്, ആ ഒരു ജംഗിളിലെ ആ ഒരു ഫൈറ്റ് എല്ലാം ഓക്കെയാണ്. അത് എനിക്ക് മോശം എന്ന് പറയാൻ എനിക്ക് ഒന്നും പറയാനില്ല. ഇനി L3 വരുന്നുണ്ട്, ലാസ്റ്റ് ബാനറിൽ L3 കാണിക്കുന്നുണ്ട്. അത് ദി ബിഗിനിങ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ അതിനി എത്രത്തോളം പോകുന്നു കണ്ടു തന്നെ അറിയണം. കേരള പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ എല്ലാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റെഫർ ചെയ്യുന്ന ഒരു മൂവിയാണ് എമ്പുരാൻ. അങ്ങനെ ദൈവപുത്രന്റെ ആ ഒരു സെറ്റപ്പും അതും തീക്കൂടലായിരുന്നു. ആ ദൈവപുത്രന്റെ ഡയലോഗ് എല്ലാം കൊണ്ടായിരുന്നു. ചിലവർ പറയുന്നത് ഇത് ക്യാമിയോ റോളാണെന്ന് പറയാണ് നമ്മുടെ മോഹൻലാലിന്റെ. എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആവശ്യമുള്ള സമയത്ത് മാത്രമേ മോഹൻലാൽ വന്നിട്ടുള്ളൂ. ചിലർ ക്യാമിയോ റോളാണ്, ജയിലർ റോളാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത് മോഹൻലാൽ എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ സെയ്ദ് മധു എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറിയും കൂടെ ബെറ്ററാണ്. കാരണം ലാസ്റ്റ് ഒരു റിവെഞ്ച് ഉണ്ട്, എല്ലാം ഏകദേശം ഓക്കെയാണ്. ഇത് സെൻസർ ബോർഡ് വഴി ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മാത്രമാണ് കട്ടില്ല. 2 മിനിറ്റും അത് മാത്രമല്ല കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് മാറ്റും. പിന്നെ അതുപോലെ തന്നെ സെൻസർ ബോർഡ്, അതായത് ചില വാക്കുകളെല്ലാം സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയും. അല്ലാതെ വേറൊരു മാറ്റം വരില്ല. കാരണം അപ്പൊ എന്തായിരുന്നാലും നമുക്ക് സിനിമ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ കാണേണ്ട പടമാണ്. ലൂസിഫർ കണ്ടിട്ടുണ്ടെങ്കിൽ, ലൂസിഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എമ്പുരാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമ പോയി കാണുക. ആരെ റിവ്യൂ പോയി നോക്കരുത്. സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നാലും നിങ്ങൾ ആ ഒരു സിനിമ പോയി കാണുക. വലിയൊരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോയിരുന്നാൽ നിങ്ങൾക്കാണ് അവിടെ നഷ്ടം വരുന്നത്. സോ ഞാൻ ഇങ്ങനെയായിരുന്നു. ആരെങ്കിലും റിവ്യൂ കണ്ടിട്ട് സിനിമ കൊള്ളാമെങ്കിൽ മാത്രമേ സിനിമ കാണാൻ പോകുള്ളൂ. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ സിനിമ കാണണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണുക. സോ എന്തായിരുന്നാലും നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഈ ഒരു സിനിമ പെർഫെക്റ്റ് ആണ്. വാല്യൂ ഫോർ മണി ഡബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. 2.5 മണിക്കൂർ സുഖം നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യും. ഒരു അത്യാവശ്യം ത്രില്ലർ കാര്യങ്ങളാണെങ്കിൽ ചെയ്യാം. നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. സോ എല്ലാവരും പടം കണ്ട എക്സൈറ്റിലാണ്. നമ്മൾ 1, 2, 3 ബാക്കിലൊരുത്തനും കൂടെ ഉണ്ട്. മൊത്തത്തിൽ 4 പേരാണ് പോലെ. ഇന്നലെ ടിക്കറ്റ് ഇല്ലായിരുന്നു. ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ലാസ്റ്റ് ഒരു നിമിഷം 4 സീറ്റ് കിട്ടി. 4 സീറ്റ് കിട്ടിയ ആളെ വിളിച്ചോണ്ട് പെരുന്നാളിന് പള്ളിയിൽ പോയി, പള്ളിയിൽ നേരെ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിട്ട് നേരെ അഞ്ഞു വിട്ട്. സോ എന്തായിരുന്നാലും അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ഒരു സിനിമ എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യാം. സോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.